എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ ഓർക്കും ഇത് എന്താ ഈ ബോർഡൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എൻ്റെ ചാനലിന്റെ പേര് ഞാൻ ചെയ്യിച്ചെടുത്ത ഒരു ബോർഡാണ്. എൻ്റെ സന്തോഷം കൊണ്ട് ഞാനിത് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ റെസിപ്പി ഫിഷിൻ്റെ ഐറ്റമാണ്. കോട്ടയം സ്റ്റൈൽ മീൻ കറി, അല്ലെങ്കിൽ മീൻ മുളകിട്ടത്, മീൻ വറ്റിച്ചതെന്നൊക്കെ പറയും. ഞാൻ ഈ മീൻ്റെ എല്ലാ റെസിപ്പികളും എൻ്റെ പപ്പായുടെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് പഠിച്ചെടുത്തത്. എൻ്റെ അമ്മച്ചി നല്ലൊരു കുക്കായിരുന്നു. അപ്പം മീൻ്റെ ഒരുപാട് ഡിഷുകളെ ഞാൻ നിങ്ങളെയും പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മീൻ മുളകിട്ടത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കഴിയ ശേഷം 1/2 കിലോ മീൻ കഷ്ണങ്ങളുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ കറി വെക്കുന്നതിന് മുമ്പേ വെച്ചിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിയാൻ വേണ്ടി. അങ്ങനെ ആകുമ്പോൾ ആ കറി വെച്ച് കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റായി ഉപയോഗിക്കാനാണെങ്കിലും ഈ മീൻ കറിയിലൊക്കെ മീനിന് നല്ലൊരു എല്ലാം ഉപ്പും എല്ലാം പിടിച്ചിരിക്കും. അതുപോലെ കറിക്ക് നല്ലൊരു കളറും ഉണ്ടാവും. ഇതൊരു ടിപ്പാണ്. ഇത് ഏത് മീനാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് വെക്കാം. ഇതിൻ്റെ 2 ചുള പുളി അത് 2ആയിട്ട് കീറിയതാണ്. അപ്പം 4 പീസുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം. അതുപോലെ തന്നെ പുളി വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വെക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂണ് ഞാൻ മീനിൽ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് 1/2 ടീസ്പൂണ് അത് പുളി വെള്ളത്തിലിട്ട് വെക്കുമ്പം പിന്നെ ഈ പുളിവെള്ളവും പുളിയും കൂടെ ഒഴിക്കുമ്പോൾ എല്ലാം ഈ പുളിയിലും ഒക്കെ ഉപ്പൊക്കെ എല്ലാം പിടിച്ച് നല്ലതായിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മീൻകറി വെക്കുമ്പോൾ. ഇത് കല്യാണ വീട്ടിലെ മീൻകറി അല്ലെ മീൻ വറ്റിച്ചത്, അത് ആണ് അതിനുള്ള പുളിയാണിത്. കോട്ടയം സ്റ്റൈൽ മീൻ കറി അല്ലെങ്കിൽ മീൻ മുളകിട്ടത്, മീൻ വറ്റിച്ചതെന്നൊക്കെ പറയുന്നത്. ഇത് ചട്ടിയിലാണ് റെഡിയാക്കുന്നത്. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഈ മീൻ കറി റെഡിയാക്കുന്നത്. അതിലേക്ക് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. അത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ മുഴുവനോടെയുള്ള ഉലുവ ഇട്ട് കൊടുത്ത് ആ ഉലുവ ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോ അത് ഇട്ട് കൊടുത്തു. നമ്മളെ ഈ മീൻ കറിക്ക് നമ്മൾ ഒട്ടും മല്ലിപ്പൊടി ഒന്നും ചേർക്കത്തില്ല, മുളക് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ചുവന്നുള്ളി, ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്ത് അതും കൂടെ നല്ലതായിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളറായി. ഇതിലേക്ക് നമ്മൾ 2 കതിർപ്പ് കറിവേപ്പില, നല്ല പച്ച കറിവേപ്പില എത്രയും ഇടുന്നത് ഈ മീൻകറി മുളകിട്ട് വറ്റിച്ച മീൻകറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. ഇനിയും ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള മസാലകൾ ചേർക്കണം. മീനിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്താണ്. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തു. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ അത് സാധാ മുളക് പൊടിയും 1/2 സ്പൂണ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇനി ഇതിൻ്റെ ചെറിയ തീയിലാണ് ഇപ്പം ലോ ഫ്ലെയിമിലിട്ട് ഈ മസാലയൊന്ന് ഇളക്കി മൂപ്പിക്കണം. ഒട്ടും കരിഞ്ഞു പോകല്ലേ, എന്നാൽ നല്ലവണ്ണം മസാല മൂക്കണം. ഈ മസാലയൊക്കെ നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. ഈ പുളിക്കകത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1/4 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉപ്പ് നോക്കിയിട്ട് ചേർക്കാവും. ഇനി നമുക്ക് തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള
ഗ്രേവിക്കനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനിയും ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പം നല്ല ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. ഞാൻ സാൽമൺ ഫിഷ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദശക്കട്ടിയുള്ള ഏത് മീനും ഉപയോഗിക്കാം. ഏത് ഇഷ്ടമുള്ള മീന് എന്താണേലും നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം മീൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനിയും ഇതിലേക്ക് തവി ഇടല് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവും. ഇപ്പം നമുക്ക് ഈ ചട്ടി എടുത്ത് ചുറ്റിച്ചിട്ട് ഇതിലെ ഉപ്പും പുളിയും ഒക്കെ നോക്കാം. പുളി കൂടുതലാണെങ്കിൽ നമുക്ക് 2-3 കഷ്ണം പുളി എടുത്ത് മാറ്റാം. അപ്പം ഇത് ഞാൻ ചേർത്തതിന് ഇത് പാകത്തിനേ ഉള്ളായിരുന്നു. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എല്ലാം പരുവാണ്. ഇനിയും ഈ ചെറു തീയിലിരുന്ന് ഇനി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ചാറ് വറ്റിയെടുക്കണം. അപ്പം 10 മിനിറ്റ് ആയി. അപ്പം നമുക്ക് നോക്കാം. മീൻകറി ഇപ്പൊ നല്ല ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയും തവി ഇടല്ലേ. അപ്പം നമുക്ക് ഇതെടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ലൊരു മണമൊക്കെയാണ്, നല്ല അടിപൊളി. ഇനിയും ഒരുപാട് ചാറ് കുറുകാൻ വെക്കണ്ട. ആദ്യമേ നമ്മള് മുഴുവൻ ഉലുവ എണ്ണയില് ചേർത്ത് കൊടുത്തെങ്കിലും ഞാൻ എപ്പോഴും ഈ മീൻ മുളകിട്ടത് അല്ല മീൻ വറ്റിച്ചത് വെക്കുമ്പോൾ ലാസ്റ്റ് ഒരു കുറച്ച് ഉലുവാപ്പൊടി ഇങ്ങനെ തൂവി കൊടുക്കും. അത് നല്ലൊരു മണം മീൻ കറിക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഒരു കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തൂവി കൊടുത്ത് അതിലേക്ക് ഒരു കതിർപ്പ് കറിവേപ്പിലയും ഇങ്ങനെ ഇട്ട് അടച്ചു കൊടുക്കുക. ഇപ്പം തീ ഓഫ് ചെയ്തു. ഇനിയും അടുപ്പിൽ നിന്നും ഇത് വാങ്ങി വെക്കണം. അല്ലെ ഇനി ഒരുപാട് ചാറ് ഇരുന്ന് തന്നെ കുറുകി പോവും. ഇത് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറി അല്ലെങ്കിൽ മീൻ മുളകിട്ടതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജാണ്. ഇപ്പോൾ ഇത് ഞാൻ ഒരു 3 മണിക്കൂർ കഴിഞ്ഞു കറി വെച്ച് വാങ്ങിയിട്ട്. അപ്പം തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഇത് നമുക്ക് വിളമ്പാം. എപ്പോഴും നമ്മൾ മീൻ കറി വെച്ച് കഴിഞ്ഞിട്ട് 6 മണിക്കൂറെങ്കിലും മിനിമം വെച്ചിരുന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം നമുക്ക് കറി വിളമ്പാൻ. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മിനീസ് വേൾഡ് UK. അതുപോലെ തന്നെ ലൈക്കും ഷെയറും തരണം, കമൻറ്റ് തരണം. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ, താങ്ക് യു ഓൾ.